സഹോദരങ്ങളെ, നാം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. ഇത് ക്രിസ്തീയ ജീവിതത്തിലെ അവിഭാജ്യമായ ഒരു ദാനധർമ്മമാണ്. ആത്മാക്കൾക്ക് സ്വയം പ്രാർത്ഥിക്കുവാൻ സഹായിക്കാൻ കഴിയില്ല. അവർ നമ്മുടെ പ്രാർത്ഥനകൾക്കായി കാത്തിരിക്കുന്നു. നാമും ഒരിക്കൽ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുവാൻ ദൈവം ബാക്കി വയ്ക്കും. വിശുദ്ധ പാദ്രി പിയോ പിതാവ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുമായി നിരന്തരം സംബന്ധിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ മരിച്ചുപോയ ഒരു സന്യാസ വൈദികൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവാലയത്തിൻ്റെ മധ്യത്തിലൂടെ നടക്കുമ്പോൾ ആൾത്താരയിലെ ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തോട് വേണ്ടത്ര ആദരവ് കാണിച്ചില്ല എന്നതായിരുന്നു ആ സന്യാസ വൈദികൻ്റെ ശുദ്ധീകരണ സ്ഥലത്തെ ശിക്ഷ. നാം എന്തുമാത്രം വിശുദ്ധിയിൽ ജീവിക്കണം കുഞ്ഞുങ്ങളെപ്പോലെ എന്നുള്ളത് ഇവിടെ അർത്ഥസമ്പൂർണമാണ് സഹോദരങ്ങളെ. വിശുദ്ധ പാദ്രി പിയോ പിതാവ് പ്രാർത്ഥന വഴിയും കുർബാനയിലൂടെയും ആ ആത്മാവിന് മോചനം സാധിച്ചു കൊടുത്തു. ആ ആത്മാവ് ഒരു വിസിറ്റേഷൻ വഴി തിരിച്ചു വന്ന് പാദ്രി പിയോ പിതാവിനോട് നന്ദി പറഞ്ഞു എന്നും അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിശുദ്ധ മറിയം ത്രേസ്യയും ആത്മാക്കൾക്ക് വേണ്ടി തീവ്രമായി പ്രാർത്ഥിക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്തിരുന്നു. അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഏറ്റവും വലിയ സഹായവുമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരും ആരും പ്രാർത്ഥിക്കാനില്ലാത്തവരും കഠിനമായ ആത്മീയ ദാരിദ്ര്യത്തിലാണ് എന്ന് തിരിച്ചറിയുക. നാം സ്വാർത്ഥരായി അവരെ അവഗണിക്കരുത്. നമ്മുടെ പ്രാർത്ഥനകൾ അവരുടെ ശുദ്ധീകരണ കാലം കുറയ്ക്കുവാൻ സാധിക്കും. അവർ സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് വേണ്ടി ശക്തമായ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുവാൻ നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഈ വലിയ ദാനധർമ്മം നമ്മുടെ കടമയാണ്, മറക്കരുത്. അതുപോലെ ദൈവദാസിയായ വിശുദ്ധ ജെർട്രൂഡിനോട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ശക്തമായ പ്രാർത്ഥനയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നു. ഈ പ്രാർത്ഥന ഭക്തിയോടെ ചൊല്ലുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വലിയ ആശ്വാസം ലഭിക്കുമെന്നും ഒരൊറ്റ തവണ ചൊല്ലുമ്പോൾ 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് മോചിപ്പിക്കാൻ ഈ പ്രാർത്ഥന സഹായിക്കുമെന്നും കർത്താവ് വിശുദ്ധ ജെർട്രൂഡിനോട് പറഞ്ഞതായി ആ പ്രൈവറ്റ് റെവലേഷനിൽ നിന്നുള്ള റെക്കോർഡ്സ് വഴിയായി കത്തോലിക്ക സഭയിൽ ഒരു പാരമ്പര്യ വിശ്വാസമുണ്ട്.